ഫ്രണ്ട്സ്, എല്ലാവർക്കും Asilva Anil യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് താരനുള്ള നല്ലൊരു പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം താരൻ തന്നെയാണ്. അപ്പോൾ താരന് പറ്റിയ നല്ലൊരു റെമഡിയാണിത്. ഒരു കാരണം മാത്രമാണ് കേട്ടോ താരൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം, ഗ്യാസ് ട്രബിൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ബ്ലഡിന്റെ ഇത് കുറയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾക്കും മുടി കൊഴിച്ചിൽ നിൽക്കില്ല. അതുപോലെ താരൻ ഒരു പ്രധാന വില്ലൻ തന്നെയാണ്. അപ്പൊ താരനുള്ള ഒരു നല്ല റെമഡി ഒരുപാട് വീഡിയോസ് ഞാനും അതെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നല്ല പാക്ക്, തീർച്ചയായിട്ടും താരനുള്ള ഒരു ഇതൊന്നും ഉപയോഗിച്ച് നോക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും തന്നെ അറിയിക്കണം. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത്. അപ്പൊ ജലദോഷം വരുമ്പോൾ ചിലവർക്ക് തലനീരിറക്കം, അങ്ങനെ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ തലനീരിറക്കം ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കക്കണ വേപ്പ് അഥവാ ആര്യവേപ്പിന്റെ ഇല. അപ്പൊ ഞാനൊരു 2 പിടി, ഇപ്പൊ ഒരു തലയിലേക്ക് നമ്മുടെ മുടിയുടെ അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. നമ്മളൊരു 2 പിടി ആര്യവേപ്പിന്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയതല്ല കേട്ടോ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഈ കറിവേപ്പിൻ്റെ ഇങ്ങനെ ഉണങ്ങി കടിച്ച പോലത്തെ ഒരു കളറാണ് ഇതിന്. പിന്നെ ഞാനത് കുറച്ച് നേരം ഒന്ന് നന്നായി കൈയൊക്കെ വെച്ച് തിരുമ്പിയപ്പോൾ ഒന്ന് കളർ പോയതാണ് കേട്ടോ. അത് നല്ല ഫ്രഷ് സംഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ കക്കിന വേപ്പിൻ്റെ ഇലയും 2 പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കണം. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാൻ. അത് നമുക്ക് നമ്മുടെ താരനൊക്കെ നല്ലതാണ് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് തെളിവെള്ളം ആയ കാരണമാണ് ഇതിങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് നല്ല കട്ടിക്കുള്ളത് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ശരിക്കും നമുക്ക് ഹലുവ പോലെയുള്ള കഷ്ണങ്ങൾ കിട്ടും. അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതിലേക്ക്. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും അളവിലേക്ക് നമ്മളൊരു 2 നെല്ലിക്ക, പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അതെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ്. അപ്പോൾ നെല്ലിക്ക എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഞാനത് നെല്ലിക്കപ്പൊടി തയ്യാറാക്കിയത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ നെല്ലിക്കപ്പൊടി നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഒരു മുട്ട. അപ്പോൾ ഹെയറിനനുസരിച്ചിട്ട് നമുക്ക് മുട്ട എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണമാണ് എടുക്കുന്നത്. ഇതിൻ്റെ വൈറ്റ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും കക്കിണ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ അതിൽ ഇലയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇല വെച്ചിട്ട് നമ്മൾ മുടിയിൽ വെച്ച് ആക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ കൂടും. എന്നെ സംബന്ധിച്ച് ചിലവർക്ക് അങ്ങനെയാണ്. ഇപ്പോൾ താളി തയ്യാറാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് താളി ഡയറക്റ്റ് തേക്കുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് അരിക്കാതെ അങ്ങനെ തേക്കുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് ഹെയർ ഫോളാണ് ഉണ്ടാവാറ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എഗ് വൈറ്റ് നമുക്ക് കുറച്ച് ലാസ്റ്റ് ചേർത്താൽ മതിയെന്ന്. അതുപോലെ തന്നെ നെല്ലിക്കയുടെ പൊടി നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. നല്ല ഫൈൻ പൊടിയൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. നമ്മളിൽ ചെറിയ തരിതരിപ്പുണ്ട്. അപ്പം ഇനി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട. നമുക്ക് ഈ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എഗ് വൈറ്റ് ചേർത്താൽ മതിയിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കത് അരച്ചെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ കാറ്റുകാലൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഇല ഇല്ലാതെ ആയ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ കൊഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അത് കാരണം തന്നെ ഇലകളിലൊക്കെ വല്ല പുഴു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ, കഴുകിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് 2 നെല്ലിക്കയാണ് ആവശ്യം. നെല്ലിക്കപ്പൊടി ഇത്ര കണ്ട് നോക്കണ്ട, നമ്മൾ അന്ന് തയ്യാറാക്കിയപ്പോൾ കണ്ടതാണ് എത്രത്തോണ്ട് നെല്ലിക്ക എടുത്തിട്ടാണ് ഇത്ര പൊടി കിട്ടിയെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഇതിൽ ഇപ്പോൾ ഈ വലിയ ടീസ്പൂണിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു 1/2 ടീസ്പൂൺ, അതായത് 2 നെല്ലിക്കൊക്കെ ധാരാളമായിട്ടുണ്ടാവും, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചെറിയ തരിതരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ട്. നല്ല നൈസ് പൊടിയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് അരിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്ക ഉണ്ട് വെച്ചെങ്കിൽ നെല്ലിക്കയുടെ നീരിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 എണ്ണമൊക്കെ ആകുമ്പോഴേ കുറച്ച് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തുണിയിൽ വെച്ചിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിനകത്ത് കുറച്ച് നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ലിക്വിഡ് പാകമായാലാണ് നമുക്കത് ശരിക്കും അരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് എഗ് വൈറ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം. അരിപ്പയിലായ നമുക്ക് ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് തുണി വെച്ചിട്ട് തന്നെ അരിച്ചെടുത്താലായിരിക്കും നന്നായിട്ട് ഇതൊന്ന് ആ ഒരു
ഇതിൻ്റെ ആ ഒരു കൊറ്റനൊക്കെ പോയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല കയ്പ്പൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അരിപ്പ വെച്ചാലും ഇത് പൊടി വരും. അത് കാരണമാണ് നമ്മൾ തുണി എടുക്കാമെന്ന് വിചാരിച്ചാൽ തുണിയാകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. തീരെ ചോരാത്ത തുണിയൊന്നും എടുക്കരുത്. അത്യാവശ്യം ചെറിയ ഇഴകലുള്ളതൊക്കെ വെച്ചിട്ട് എടുക്കുക. എന്നാലാണ് നമുക്ക് നന്നായിട്ട് അത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതിലത്തെ നീര് മുഴുവനും നമ്മൾ എടുക്കുക. നമ്മളിതിങ്ങനെ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, താളിയാണെങ്കിൽ കൂടി നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. ചിലത് ഈ ഇലയൊക്കെ നമ്മുടെ പൊടിയൊക്കെ തലയിലിരിക്കില്ലേ, അപ്പോൾ ഹെയർ ഫോളിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് താളി തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചെമ്പരത്തി താളി ഡെയിലി തേച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയില്ല അങ്ങനെ പറയും. പക്ഷെ മുടിയിൽ ഈ സംഭവം ഇരുന്നുണ്ട് വെച്ചെങ്കിൽ നന്നായിട്ട് മുടി കൊഴിയും. എനിക്ക് താളി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ, അപ്പോഴാണ് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഇത് ഇരിക്കണ കാരണമാണ്. അപ്പോൾ അരിച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, മുടി കൊഴിച്ചിട്ട് കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ചിലവർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പാക്കിന്റെ കാര്യമായാലും അതെ, നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും കഴുകി കളയാൻ വേണ്ടിയിട്ട്. കഴുകുന്ന സമയത്ത് അപ്പോൾ കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാവും. നമ്മുടെ മുടിക്ക് അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുത്തത് കേട്ടോ. നമ്മളിനി എഗ് വൈറ്റ് എടുക്കുക. ഇതിന്ന് ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല വലിയ മുട്ടയാണ്, അപ്പോൾ അത് കാരണം ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഇതിലത്തെ വൈറ്റ് മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ കൊണ്ട് ബീറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇതിൽ നന്നായിട്ട് അത്യാവശ്യം ഞാൻ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തു അരിച്ചു എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമി ടെക്സ്ചർ ആക്കണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞിവെള്ളം അത് ലൂസ് കഞ്ഞിവെള്ളം ആയാലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ 2 ദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല. അതായാലും നല്ലത് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് താരന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നല്ല കട്ടയ്ക്കാവുമ്പോഴേ നമുക്ക് ക്രീമി ടെക്സ്ചർ ആവും. പക്ഷെ നമുക്കത് അപ്ലൈ ചെയ്യാൻ തലനീരർക്കുള്ളവർക്കൊക്കെ ഇത്തിരി വെള്ളത്തിന്റെ കണ്ടന്റ് കുറഞ്ഞിരിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കഴുകി കളയാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കുറച്ച് ലിക്വിഡ് ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എഗ് വൈറ്റ് ചേർത്തിട്ടായാലും അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ നല്ല ക്രീമി ടെക്സ്ചർ വരും. നമ്മളിത് അല്ലെങ്കിൽ ഇങ്ങനെ ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓയിൽ ഏതാണെന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടാക്കുക, അതായത് ഡയറക്റ്റ് ചൂടാക്കല്ല, ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഒന്ന് ചൂടോട് കൂടിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് താരനൊക്കെ നല്ല ഒരു മരുന്നാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഏത് ഓയിലാണ്, നമ്മളിപ്പോൾ ഏതാണോ നിങ്ങളുടെ തലയിൽ ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ നീലമരി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നീലമരി ഓയിലാണ്. ഞാൻ ഇട്ടിട്ടില്ല, ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടി നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കണം. ഒട്ടും ജടയില്ലാതെ എല്ലാം കോംബ് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നമ്മൾ എണ്ണ നന്നായിട്ട് അത്യാവശ്യം ചൂടായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചൂടോടുകൂടി ഒന്നും ഇടരുത് കേട്ടോ, അത്യാവശ്യം ഒന്ന് ചൂടാവുക. അതിനുശേഷം നമുക്ക് കോംബ് ചെയ്തതിന് ശേഷം കയ്യിലെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ എണ്ണ അങ്ങനെ 2 കയ്യിലാക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതായത് ചൂടുണ്ടോ ഓൾറെഡി നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് പരട്ടിയെടുത്തതിന് ശേഷം മുമ്പ് നമ്മൾ നെറുകില് ഇങ്ങനെ ഇവിടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തലയിലെ ഓരോ ഭാഗത്തും ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അത് ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഡെയിലി ഒന്നും ഇതുപോലെ ഒന്നും നമുക്ക് എണ്ണയിടാൻ കുട്ടികൾക്ക് നേരമൊന്നും കിട്ടില്ല, സ്കൂളിൽ പോകുമ്പോഴുള്ള തിക്കും തിരക്കും ഇതൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുക. ഓയിലിട്ട് കൊടുക്കുമ്പോൾ ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഓയിലിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇപ്പോൾ എഗ് വൈറ്റ് ഒക്കെ ഉള്ള കാരണം വേറെ ഒന്നും നമുക്ക് ഷാമ്പൂ ഒന്നും വെച്ച് കഴുകേണ്ട ആവശ്യമില്ല. എഗ് വൈറ്റ് ഒക്കെ ഉള്ള കാരണം തന്നെ ഇത് നന്നായിട്ട് കഴുകി പോകും. ശരിക്കും എഗ് വൈറ്റ് ഒക്കെ ഇട്ടാൽ നമുക്ക് ഷാമ്പൂ ഇട്ട പോലെ തന്നെ നമുക്ക് മുടി നന്നായിട്ടായി വരും. ഇന്ന് ഞാൻ അത്യാവശ്യം നല്ലോണം ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വേണമെന്ന് പറഞ്ഞാലും കളർ ചെയ്യാനൊന്നും മുടി കളർ ചെയ്യാനൊന്നും ഞാനും സമ്മതിക്കില്ല, അച്ഛനും സമ്മതിക്കില്ല. അപ്പം അവളുടെ മുടി ഓൾറെഡി ഈ കളറാണ്, കണ്ടില്ലേ, ഒരു റെഡ് കളർ പോലെയാണ്. ഓയിൽ പറ്റിയാൽ മാത്രമാണ് ഒന്ന് കറുത്തിരിക്കുള്ളൂ. അപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഈ കളറൊക്കെ. പക്ഷെ മുടിക്ക് നല്ല കറുത്ത കളർ തന്നെയാണ് അതിനൊരു ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്.
നമ്മുടെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ഇടുമ്പോൾ തലനീരിറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ രാസ്നാദി ചൂർണ്ണം ഉണ്ട്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 കരയാമ്പൂ പൊടിച്ചിട്ട് അത് നെറുകിലിട്ട് കൊടുക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും വായ്ക്കകത്ത് വെള്ളം പിടിച്ചിട്ട് തല നനയ്ക്കുന്ന വരെ വായ്ക്കകത്ത് വെള്ളം പിടിച്ച് നിന്നാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം കേട്ടോ. നമ്മൾ തല നനയ്ക്കുമ്പോഴൊക്കെ വായ്ക്കകത്ത് വെള്ളം പിടിച്ച് നിന്നാൽ നല്ലതാണ്. അപ്പം നമുക്ക് അങ്ങനെ ജലദോഷം പനിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ രാസ്നാദി ചൂർണ്ണം നമ്മൾ പാക്ക് ഇടുമ്പോൾ മാത്രമല്ല, നമുക്ക് ചില ഓയിലുകൾ പറ്റില്ല ചിലവർക്ക്. അപ്പോൾ ആ സമയത്തും നമുക്ക് ഇതുപോലെ തന്നെ രാസ്നാദി ചൂർണ്ണം ഇട്ടതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഓരോ ഭാഗത്തും നമ്മൾ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അതുപോലെ മുടിയുടെ തുമ്പത്ത് വരെ നമ്മൾ ഫുൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ മുട്ടയുടെ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചുറ്റി വെച്ച് കെട്ടി 10 മിനിറ്റ് നേരം ഇത് ഉണങ്ങുമ്പോൾ നമുക്ക് കഴുകാം. അങ്ങനെയാണ്. ഇപ്പം അത് ലിക്വിഡ് ആയ കാരണം അങ്ങനെ ഉണങ്ങാനൊന്നും നിൽക്കില്ല. അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് നേരം, കൂടി വന്ന 20 മിനിറ്റ് അത്ര നേരം നമ്മൾ ഇതൊന്ന് തലയിലേക്ക് എടുത്ത് വെച്ചിട്ട് കഴുകിക്കളയുക. അപ്പോൾ കഴുകുന്ന ഒരു മെത്തേഡും കൂടി ഞാൻ ഇതിന് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കഴുകണ്ടേന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞു. അതിന് ശേഷമാണ് ബക്കറ്റിലാക്കി, അല്ലെങ്കിൽ എല്ലാ പാക്കും നമ്മുടെ ഈ വെള്ളത്തിൽ തന്നെ ആവില്ലേ. നന്നായിട്ട് ഇതുപോലെ മുക്കിയെടുക്കുക. ഇങ്ങനെ മുക്കിയെടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഡെയിലി നിങ്ങൾ ഇതുപോലെ കുളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിക്ക് നീളം കൂടും. അപ്പോൾ അതിന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതും കൂടി ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ഒരു സംഭവം തന്നെയാണ് അത്. ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഒരു 10-15 പ്രാവശ്യം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉലമ്പി കഴുകുക. അപ്പോൾ നമ്മുടെ മുടിയിൽ ഉള്ള പാക്കൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും, നല്ല ക്ലീൻ ആവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ പാക്കിട്ടതിന് ശേഷം ഉണങ്ങി ഇതായിട്ടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി, ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഇട്ടതേ, അത് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണത്. ഇരുട്ടായി, ഉണങ്ങിയിട്ടൊന്നും ഇല്ല. എങ്കിലും ഇട്ടതിന് ശേഷമുള്ള ഒരു ഇതാണ് കാണുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല തിളങ്ങുന്ന ഹെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണയൊന്നും അല്ല കേട്ടോ, അത് നമുക്ക് അധികം എണ്ണയൊന്നും ഇല്ല. എഗ് വൈറ്റ് ഇട്ട കാരണം തന്നെ നമ്മുടെ അപ്പം ഹെയറിനനുസരിച്ചിട്ട് നിങ്ങൾ എഗ് വൈറ്റ് കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ തലയിൽ ആ എണ്ണയൊക്കെ പോവുള്ളൂ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. I feel like there's no mercy in this world, just hunger-thirsty persons in different versions, each new update that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Yo, so do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through.